ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ചെക്കൻ വീട് കാണാൻ അവർ വരികയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് ഇന്ന്. ഞാനും ഐഷുമോളും വന്നു. ഞങ്ങൾ വീട്ടിൽ നിന്നൊരു അത്യാവശ്യം നേരത്തെ ഞങ്ങൾ ഇറങ്ങി. അടുത്തന്നെയാണ് കേട്ടോ, ഒരുപാട് ദൂരമൊന്നുമില്ല, അടുത്തന്നെയാണ്. ഞങ്ങൾ ഉമ്മാൻ്റെ അനിയത്തിമാർ ഞങ്ങളെല്ലാവരും പാടെ അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നു, വീട്ടിലൊന്നും പോയില്ല. അങ്ങനെ എളാമ്മമാർ, മൂത്തമ്മമാർ, കസിൻസ് എല്ലാവരും ഇന്ന് കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങളങ്ങനെ അകത്ത് കയറി. പിന്നെ ഇവിടുത്തെ വല്യമ്മ വയ്യാതെ വീണിട്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഇടയിലുള്ള ഒരു സങ്കടം. അപ്പോൾ ഒത്തിരി വയ്യ. പിന്നെ അവരുടെ വാപ്പ നാട്ടിലില്ല. അതിനിപ്പോൾ എൻഗേജ്മെൻ്റ് ആകുമ്പോഴേക്കും ലീവ് കിട്ടിയാൽ അവർ വരും. എല്ലാവർക്കും വെള്ളം കൊടുത്തു, വെള്ളം കുടിച്ചു. പിന്നെ ഉമ്മാൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. എല്ലാവരെയും ചോദിച്ചു, ഉമ്മ ഐഷുമോളിനെ എല്ലാവരെയും ചോദിച്ചു. പിന്നെ ഉമ്മയൊക്കെ ഇന്നലെ വൈകുന്നേരം രാത്രി ഒരുപാട് സമയമായിട്ട് അവിടെ നിന്ന് പോയത്. ഇത് അജുവിൻ്റെ ഉമ്മയാണ്. ഇതാണ് അജുവിൻ്റെ ഉമ്മ. ഇത് അജുവിൻ്റെ നേരെ താഴെയുള്ള അനിയനാണ്. അപ്പോൾ അതുകൊണ്ട് ഉമ്മയിൽ വരാൻ വൈകും. ഉമ്മയും താത്തയൊക്കെ വരാൻ ഇത്തിരി വൈകും. പിന്നെ പശുവൊക്കെ ഉള്ളതുകൊണ്ട് അവർ പതുക്കെ തന്നെ വരുള്ളൂ എല്ലാം കഴിഞ്ഞിട്ട്. ഇതാണ് ചെറുക്കൻ അജു. പിന്നെ ഐഷുമോൾക്ക് ബോറടിച്ച് ഐഷുമോൾ അനുവിൻ്റെ റൂമിൽ വന്ന് കുറേ എന്തൊക്കെയോ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ കൂടെ വന്നിട്ട് അനുവിൻ്റെ പഴയ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ ഇതവരുടെ കസിൻ ആരോ ആണ്. പിന്നെ അങ്ങനെ താത്ത വരാത്തതുകൊണ്ടും കൊച്ചില്ലാത്തതുകൊണ്ടും ഐഷുമോൾ ബോറടിച്ചിട്ട് ആ കൂട്ടിനെ എങ്ങനെയേ ശല്യം ചെയ്തിട്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഷമാസ് വന്നു, മിസ്സബ് വന്നു. അപ്പോൾ ഐഷുമോൾ ഹാപ്പിയായി. പിന്നെ അവൾക്ക് അവളുടെ ടീംസൊക്കെ വന്നല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ എളാപ്പമാർ, വാപ്പമാർ എല്ലാവരും വന്നു. എല്ലാവരും വരുന്നവരുടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഫ്രണ്ടിൽ. അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ പുറത്ത് വന്ന് നിന്നതും ഇതാ കൊച്ചും ഉമ്മയും പാടെ വരുന്നുണ്ട്. ഐഷുമോൾ കൊച്ചുവിനെ കണ്ടത് ഐഷുമോൾക്ക് നല്ല സന്തോഷമായി. അവളുടെ നല്ല ക്ലോസ് ഫ്രണ്ടാണ് കൊച്ചു. ഐഷുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഐഷുമോൾ കൊച്ചുക്ക എപ്പോഴും കൊച്ചുക്ക പമ്മുക്ക. കൊച്ചുവാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ അവളുടെ കൂടെ കളിക്കാൻ അവൾക്ക് കിട്ടിയ ഒരു ഫ്രണ്ടാണ് കൊച്ചു. അപ്പോൾ കൊച്ചുവിൻ്റെ കൂടെ ഒരുപാട് കളിക്കും. അവർ കുറേ തല്ലൊക്കെ കൂടും, എങ്കിലും അവർ രണ്ടാളും ഭയങ്കര കൂട്ടാണ്. അങ്ങനെ ഉമ്മമ്മ എല്ലാവരും വരുന്നുണ്ട്. ഓരോരുത്തർ എങ്ങനെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പെൺകുട്ടീൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ അമ്മമാർ അവിടെ എല്ലാവരും വന്നു. അവർ വന്ന് അങ്ങനെ കയറിയിരിക്കുകയാണ്. പിന്നെ ഉമ്മ അവരുടെ എല്ലാവരെയും അകത്ത് കയറ്റി വെള്ളം ഒക്കെ കൊടുക്കൊക്കെ ആണ് പിന്നെ അടുത്ത പരിപാടി. ഇതാണ് പെൺകുട്ടീൻ്റെ ഉമ്മയും അത് ബ്രദറിൻ്റെ മോളാണ്. അവർക്കൊക്കെ വെള്ളം, ഗ്രേപ്പ് ജ്യൂസ് എല്ലാവർക്കും കൊടുത്തു. ഫാത്തിമ വന്നിട്ട് അനമോൾ ഫാത്തിമാനെ എടുത്തിട്ടിരിക്കുന്നുണ്ട്. അവൾ വന്ന് കുറച്ച് നേരം എല്ലാവരുടെ അടുത്തും പോയി. പിന്നെ എല്ലാവരും അവളെ കണ്ടപ്പോൾ അങ്ങനെ പിന്നെ ഫാത്തിമാൻ്റെ അടുത്തായിരുന്നു. അത് കഴിഞ്ഞ് അനമോൾ ഫാത്തിമാനെ എടുത്തിട്ടിരുന്നു.
ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് നല്ല ഫുഡായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. എല്ലാവരും നന്നായി കഴിച്ചു ഫുഡൊക്കെ ലാവിഷായിട്ടുണ്ടായിരുന്നു. പിന്നെ മധുരം വെച്ചു. കഴിച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും ഒരു മയക്കമായി. പിന്നെ എല്ലാവരും പിന്നെ ഓരോരോ ഭാഗത്ത് പോയിട്ടിരിക്കലായി. ഇതാണ് ചെറിയ അനിയൻ ഷീനു. അവൻ ഇതുവരെ നമ്മൾ കണ്ടില്ലല്ലോ അല്ലേ. അതാണ് ചെറിയ അനിയന്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ എവിടെയെങ്കിലുമൊക്കെ സൈഡാകാനുള്ള സ്ഥലം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വാപ്പേരവിടെ ഇരുന്നു. വീട്ടിലുള്ളവരാരും കഴിച്ചിട്ടില്ല കേട്ടോ. അവരവസാനമാണ് ഇരുന്ന് കഴിച്ചത്. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഒരു പട്ടി ഷോ ഇടയിൽ. ഹംസാദ സീറ്റ് പിടിച്ചു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ പോയി സീറ്റ് പിടിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ എടുക്കണ കഴിഞ്ഞിട്ട് ഞാനും അവിടെ പോയിട്ട് സൈഡായി. പിന്നെ അസിയത്തുമ്മേൽ ഭക്ഷണം കഴിക്കാനതായിരുന്നു. അവർ മക്കൾ, കസിൻസ്, ഫ്രണ്ട്സ് എല്ലാവരും പാടെയാണ് അവസാനം ഒന്നിച്ചിരുന്നത്. എലാപ്പില്ല, ബാക്കി അവരെല്ലാവരും പാടെ ഒന്നിച്ചിരുന്നിട്ട് അങ്ങനെ കഴിച്ചു. അത്രയേ ഉള്ളൂ. അൽഹംദുലില്ലാ പരിപാടിയൊക്കെ ഉഷാറായി കഴിഞ്ഞു. ഫുഡൊക്കെ നന്നായിരുന്നു. അവർ വന്നവരും നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.